ഞാൻ തന്നെ. മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാവത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം? ദൈവദൂഷണം നമ്മൾ കേട്ടുവല്ലോ. ആരാണ് അടിച്ചതെന്ന് പ്രവചിക്കൂ മനുഷ്യപുത്ര. നീയും അവന്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ? അല്ല, ആ മനുഷ്യനെ ഞാൻ അറിയുകയില്ല. ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടതാണല്ലോ. ആ മനുഷ്യനെ ഞാൻ അറിയില്ല, അറിയില്ല, അറിയില്ല. എന്റെ കർത്താവേ, ഈ മനുഷ്യനെതിരെ എന്താരോപണമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്? ഇവൻ തിന്മ പ്രവർത്തിക്കുന്നവനല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇവനെ നിനക്ക് ഏൽപ്പിച്ചു തരികയില്ലായിരുന്നു. നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ നിയമമനുസരിച്ച് വിധിച്ചുകൊള്ളുവിൻ. ആരെയും വിധിക്കുന്നതിന് നിയമം ഞങ്ങളെ അനുവദിക്കുന്നില്ല. നീ യഹൂദരുടെ രാജാവാണോ? നീ ഇത് സ്വയമേവ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞതോ? ഞാൻ യഹൂദനല്ലല്ലോ. നിന്റെ ജനങ്ങളും പുരോഹിത പ്രമുഖന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നത്. നീ എന്താണ് ചെയ്തത്? എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നുവെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. അപ്പോൾ നീ രാജാവാണ് അല്ലേ? നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണ്. ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചതും ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും, സത്യത്തിനു സാക്ഷ്യം നൽകാൻ. സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു. എന്താണ് സത്യം? അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു? വധശിക്ഷ അറിയിക്കുന്ന ഒരു കുറ്റവും ഞാൻ അവനിൽ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ അവനെ ചമ്മട്ടി കൊണ്ടടിപ്പിച്ച് വിട്ടയക്കും.
ആരവിടെ രാജാവിന്റെ കിരീടം കൊണ്ടുവരൂ. എവിടെ നമ്മുടെ രാജാവിന്റെ ചേങ്കോൽ? ഒരു രാജാവ് വന്നിരിക്കുന്നു. രാജാവിന് എന്റെ വക ഒരു സമ്മാനം വേണ്ടേ? യഹൂദരുടെ രാജാവേ, സ്വസ്തി. ഇതാ മനുഷ്യൻ, അവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. എന്നാൽ പെസഹാ ദിവസം ഞാൻ നിങ്ങൾക്കൊരുവനെ സ്വതന്ത്രനായി വിട്ടുതരുന്ന പതിവുണ്ടല്ലോ. അതിനാൽ യഹൂദരുടെ രാജാവിനെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരട്ടെയോ? ഇവരെ കൊണ്ടുപോവുക, ബറാബാസിനെ വിട്ടുതരിക. ഇവരെ കൊണ്ടുപോവുക, ബറാബാസിനെ വിട്ടുതരിക. ഇവരെ കൊണ്ടുപോവുക, ബറാബാസിനെ വിട്ടുതരിക. ഇവരെ കൊണ്ടുപോവുക, ബറാബാസിനെ വിട്ടുതരിക. ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. അവൻ മൂലം സ്വപ്നത്തിൽ ഞാൻ ഇന്ന് വളരെയേറെ ക്ലേശിച്ചു. അവനെ ക്രൂശിക്കുക, 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 അവനെ ക്രൂശിക്കുക. നീ എവിടെ നിന്നാണ്? നീ എന്നോട് സംസാരിക്കുകയില്ലേ? നിന്നെ സ്വതന്ത്രനാക്കാനും ക്രൂശിക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് അറിഞ്ഞുകൂടെ? ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മേൽ ഒരധികാരവും നിനക്കുണ്ടാകുമായിരുന്നില്ല. ഇതാ നിങ്ങളുടെ രാജാവ്. കൊണ്ടുപോകൂ, അവനെ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കൂ. നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമെന്നോ? സീസർ അല്ലാതെ ഞങ്ങൾക്ക് വേറെ രാജാവില്ല. ഇവനെ മോചിപ്പിക്കുന്ന പക്ഷം നീ സീസറിന്റെ സ്നേഹിതനല്ല. തന്നെ തന്നെ രാജാവാക്കുന്ന ഏവനും സീസറിന്റെ വിരോധിയാണ്. ഇവരിൽ ആരെ വിട്ടുതരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ബറാബാസിനെ, ബറാബാസിനെ. അപ്പോൾ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെ ഞാൻ എന്തു ചെയ്യണം?